പറഞ്ഞിരിക്കുന്ന പ്രധാനികളെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒന്നും തന്നെ ജനസേവന രംഗത്ത് ഉണ്ടായിരുന്ന ആളുകളല്ല. സാധാരണ നിലയിൽ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇവരാരും തന്നെ ആ പ്രമുഖരായി പറയുന്ന ആളുകളൊന്നും ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജനങ്ങളെ അടിച്ചമർത്തുന്ന കാര്യത്തിലാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു കാര്യങ്ങളിൽ ഇടപെട്ട് എത്രത്തോളം അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വേവലാതിയുമില്ല. ഞങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ആയിരിക്കും ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കി മാറ്റുന്നത്. എന്നായിരിക്കും ഈ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്? ഞങ്ങളുടേത് മിക്കവാറും അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥികൾ BJP-യുടെ അതൊരു വെല്ലുവിളി തന്നെ ആയിരിക്കുമോ? എങ്ങനെയാണ് ഇവരെയൊക്കെ വിലയിരുത്തുന്നത്? ഒരു വെല്ലുവിളിയുമില്ല. ജനങ്ങൾക്കറിയാം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മള് സുഖലോലുപതയിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് എന്തുമാത്രം ഗുണപ്രദമാകുമെന്നതിനെ സംബന്ധിച്ച് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവന്റെ വീട്ടിലൊരു നിലവിളി ഉയർന്നാൽ, അവന്റെ വീട്ടിലൊരു വേദന വന്നാൽ ഓടിയെത്തുന്നത് ആരായിരിക്കും? ആ പ്രദേശത്തെ സാധാരണക്കാരുമായി ബന്ധമുള്ള പൊതുപ്രവർത്തകരായിരിക്കും ആദ്യം ഓടിയെത്തുക. അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കുന്നത്. മറിച്ച് ബന്ധഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ പത്മിനി തോമസും അതേപോലെ തന്നെ ശ്രീലേഖ അടക്കമുള്ള പ്രമുഖരുണ്ട്. അതേപോലെ തന്നെ വനിതാ പ്രവർത്തകരൊക്കെ തന്നെയും ഉണ്ട് ലിസ്റ്റിൽ. അപ്പോൾ CPM-ന്റെ ലിസ്റ്റിൽ നമുക്ക് ഇതൊക്കെ ഇപ്പം തന്നെ പ്രതീക്ഷിക്കാമോ? ഇല്ല, ഞങ്ങൾ സാധാ പ്രവർത്തകരെയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധമുള്ള, നാടുമായിട്ട് ബന്ധമുള്ള, ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഇടപെടുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളല്ല. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് BJP-യുടെ വലിയ സ്റ്റാർ കാൻഡിഡേറ്റിനെയൊക്കെ അവതരിപ്പിച്ചത്, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയൊക്കെ അവതരിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമൊക്കെ സാധാരണക്കാരൊരു പരാതി പറയുമ്പോഴൊക്കെ ആട്ടിവിടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതെ, അത് തന്നെയാണ് ഇവിടെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. സുരേഷ് ഗോപിയെ എത്രത്തോളം സ്നേഹിച്ച ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ എല്ലാം മുമ്പില് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. യാതൊരു സംശയവുമില്ല. ഒരു പട്ടിക്കത്ത് കിടന്നാൽ, അതല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി വന്നാൽ ഒക്കെ എന്താവും സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇവരെല്ലാം ജനങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യമാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.